ഏറ്റവും കൂടുതൽ വിളമ്പപ്പെടുന്നത് മയക്കുമരുന്നല്ലേ? നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞു 88 വയസ്സായിട്ടും ആരോഗ്യവാനായി ഞാൻ നിലനിൽക്കുന്നത് മദ്യമില്ല, മയക്കുമരുന്നില്ല, പുകവലിയില്ല. സാധിക്കുമോ? ഇസ്ലാം അതിശക്തമായി വിലക്കി. പ്രവാചകൻ മദ്യമുക്തമായ ഒരു രാജ്യം ഭരിച്ചു, വേശ്യാലയമില്ലാത്ത ഒരു രാജ്യം ഭരിച്ചു, കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാത്ത ഒരു ജനതയെ വളർത്തി. ഇവിടെ വളരെ പ്രധാനമാണിത്. അതുകൊണ്ട് മദ്യത്തിനെതിരെ ശ്രദ്ധിക്കാൻ, അമ്മമാരുടെ കണ്ണീർ നരതി വരച്ചാൽ വയോവൃദ്ധകളായി അങ്ങ് വൃദ്ധസദനത്തിൽ പോയി കരഞ്ഞ് ജീവിതം പാഴാക്കിയ അമ്മയ്ക്ക് വേണ്ടി ഞാനിവിടെ സമർപ്പിക്കട്ടെ മാതൃത്വത്തിന്റെ മഹനീയ സ്നേഹബന്ധങ്ങൾ. അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നെ വിളിച്ചത് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം സ്വാമിജി പറഞ്ഞൊരു പോയിന്റ്, തീവ്രവാദവും ഭീകരവാദവും അരങ്ങ് തകർക്കുന്ന ഒരു ലോകത്ത് ഞാൻ പറയുന്നത് ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമാധാനമാണ്. എന്റെ താടി കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കും. നിങ്ങൾക്കറിയാലോ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചട്ടമ്പി സ്വാമികളുടെ വലിയ പോസ്റ്ററുകൾ ഇവിടെ കണ്ടു. മനോഹരമായ നീണ്ട താടി, ഗുരു നിത്യ ചൈതന്യേതി, മനോഹരമായ നീണ്ട താടി. അതെ, അതുപോലെ രവീന്ദ്രനാഥ് ടാഗോർ നീണ്ട താടി. നീണ്ട താടിയുള്ളവരാരും കുഴപ്പക്കാരായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികൾ ക്ലീൻ ഷേവുകാരായിരുന്നു എന്നുള്ളതാണ് ലോകം പഠിപ്പിച്ച. മാത്രമല്ല, താടിക്ക് വികാരമുണ്ടോ? താടിക്ക് വിചാരമുണ്ടോ? നിങ്ങൾ ചിന്തിക്കും, താടിക്ക് വികാരമുണ്ടോ, വിചാരമുണ്ടോ? മനസ്സിലല്ലേ അത്? എന്തുകൊണ്ട് നമ്മൾ ഇതിനെ തെറ്റിദ്ധരിച്ചു? അതെനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. താടി വെച്ച ഒരാൾക്ക് കള്ളുഷാപ്പിന് മുമ്പിൽ ക്യൂ നിൽക്കാൻ പറ്റില്ല. താടി വെച്ച ഒരാൾക്ക് ദേശീയാലയത്തിന് മുമ്പ് ഒരു മൗലവി ഒരു താടി നെറ്റി ഒരു സ്വാമിജി എന്ന് ചോദിക്കാറുകൾ ഒരു കാഷായ വസ്ത്രവും ഒരു ഇതുമാക്കി ദേശീയാലയത്തിന് കുട്ടിയാണ് ആ സ്വാമിജിക്ക് അടിക്കും. അത് മൗലവിയാണ്, മൗലവിക്ക് അടിക്കും, മുസ്ലിമാണ്, മുസ്ലിം. കാരണം എന്താ? അവർ ധാർമ്മികതയുടെ കാവലാളുകളാണ്. അപ്പൊ താടി നീട്ടിയാൽ ധാർമ്മികതയ്ക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും. താടി ഉണ്ടായാൽ വേറൊരു ഉപദ്രവം അതുകൊണ്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ സ്വാമിജിയുടെ ഒരു വാക്കുകൂടെ ഞാൻ കടമെടുക്കുന്നു. അതെന്താ? എന്റെ മതത്തിൽ ശരിക്കുള്ള സൗഹാർദ്ദം എന്ന് എന്താ അറിയും? അതുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമുക്കൊരു വലിയ തെറ്റിദ്ധാരണ. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാല് ഇപ്പൊ കാസർഗോഡ് ജില്ലയിലൊക്കെ നടക്കുന്നത് ക്ഷേത്രത്തിൽ മുസ്ലിങ്ങൾ തെയ്യാചരിക്കാം. ഇങ്ങനെ പറയും മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി മുസ്ലിം തെയ്യം. അത് മതസൗഹാർദ്ദമല്ല, മതലേനമാണ്. മതലേനം പാപമാണ്, മനുഷ്യ സൗഹാർദ്ദമാണ് നല്ലത്. ഏതുപോലെ ഒരു മദ്യപാനിയുമായിട്ടുള്ള നമ്മുടെ സൗഹാർദ്ദം എങ്ങനെയാ? 1/2 ലിറ്റർ കുടിച്ചോണ്ടാ സൗഹാർദ്ദം? അല്ല. ഒരു തുള്ളി മദ്യപിക്കാതെ അവനെ മദ്യത്തിൽ രക്ഷപ്പെടുത്തലാണ് അവനുമായുള്ള സൗഹാർദ്ദം. ശരിയല്ലേ? ഒരു വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നവനുമായുള്ള സൗഹാർദ്ദം എന്താ? നമ്മൾ ഒരു ദിവസം വ്യഭിചരിച്ചിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക? അല്ല. നേരത്തെ ബഹുമാനനായ ശശിയേട്ടൻ പറഞ്ഞൊരു വാക്ക് ഞാൻ വളരെ ഗൗരവം പ്രശംസിക്കുന്നു. എന്താ വാക്ക്? മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഏകദൈവാരാധകനും അനവധി ദൈവമുണ്ടെന്ന് വിചാരിക്കുന്നവനും ഒന്നിച്ചു ചേരാൻ കഴിയില്ല. മറിച്ച് അതൊക്കെ വിശ്വസിക്കുന്നതോടൊപ്പം മനുഷ്യ സൗഹാർദ്ദം പറ്റും. എന്നെ മണിമലയിൽ നിലവിളക്കൂടെ ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു അത് അഗ്നി ആരാധനയുടെ ഭാഗം, അതിന്റെ വിശ്വാസത്തിനെതിരെ. ഏതുപോലെ ശബരിമലയിൽ പോകുന്ന സമയത്ത് അതിൻ്റെവർക്കൊരു നോമ്പുണ്ട്. അതിന് മുസ്ലിങ്ങൾ ഭക്ഷണം കഴിച്ച് അവർ സ്നേഹത്തോടുകൂടി പറയും ഞങ്ങൾ നോയമ്പാണ്, ഞങ്ങൾക്ക് പാടില്ല. അതിനെ ആരും വർഗീയതയായി തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരു ക്രിസ്ത്യാനിയുടെ മതാഘോഷം അവന്റെ ഇഷ്ടത്തിനൊത്ത് വിട്ടുകൊടുക്കില്ലാതെ നമ്മുടെ ഒരു ആഘോഷത്തിൽ പങ്കുചേർന്നത് ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധിക്കുന്നത് നമ്മുടെ ഭരണഘടനക്കെതിരാണ്, മതസ്വാതന്ത്ര്യത്തിനെതിരാണ്. ഞാൻ എന്റെ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതോടൊപ്പം എനിക്ക് സ്വാമിജിയെ ആലിംഗനം ചെയ്യാൻ കഴിയാം, എനിക്ക് ഫാദറിനെ സ്നേഹിക്കാൻ കഴിയാം, അവർക്ക് വേണ്ടി പടപൊരുതാൻ കഴിയാം. സ്വാമിജി ഒരു പ്രയാസപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ റോട്ടിൽ മറിഞ്ഞു വീണ് കിടക്കുമ്പോ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ സാർ പറഞ്ഞല്ലോ, ഒരു റോട്ടിൽ മറിഞ്ഞു വീണ അവനെ ജാതി നോക്കാതിരിക്കുക, അവനെ സ്നേഹിക്കുക, അവനെ സംരക്ഷിക്കുക, അവനെ കൊണ്ടെത്തിക്കുക. ഇതാണ് നമ്മൾക്ക് ചെയ്യാനുള്ള സേവനം. അതുകൊണ്ട് എനിക്ക് എന്റെ ശബ്ദം കേട്ട് എനിക്ക് കൂടുതൽ സമയം തന്ന ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിക്കുന്നവരെ ഇരുന്ന സ്വാമിജിയെയും ഫാദറിനെയും പ്രശംസിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നവരെല്ലാം പ്രശംസിച്ചുകൊണ്ടൊരു അപേക്ഷയുണ്ട് എനിക്ക് നിങ്ങളോട്. നമ്മൾ ഇന്ന് തിരിച്ചു നടക്കണം, വേദത്തിലേക്ക് തിരിച്ചു. നിങ്ങൾ എന്റെ വാദം കേൾക്കണ്ട, സ്വാമിജിയെ കേൾക്കണ്ട, ഫാദർ കേൾക്കണ്ട, അവരെല്ലാം ഉൾക്കൊണ്ട പരിചയപ്പെടുത്തിയൊരു വേദല്ലേ. ആ വേദത്തിന്റെ അന്തസാരത്തിലേക്ക് നടന്നാൽ നമ്മൾ എവിടെ എത്താന്നറിയോ? ഒരച്ഛനും അമ്മയും വിശ്രമിച്ചൊരു തറവാട്ടിലെത്തും, എല്ലാവരും കൂടെ ഒന്നിച്ച്. അവിടുന്ന് സ്വാമിജി ഇങ്ങോട്ട്, ഫാദർ ഇങ്ങോട്ട്, നമ്മൾ എല്ലാവരും നിങ്ങളെന്താ അവിടെ? ഞാനും നീ ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളായിരുന്നു. വേദത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ നമ്മൾ ഇവിടെ എത്തി. അവിടേക്ക് എത്താൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സാബൂതം കേട്ട് നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിൽ എവിടെയെങ്കിലും മുറിച്ചേറുകയോ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുകയോ ചെയ്താൽ സത്യം പറയണമെന്ന് എന്റെ ആഗ്രഹത്തിലും ആരും ദൈവസന്നിധിയിൽ ശിക്ഷിക്കപ്പെടരുത് എന്ന എന്റെ ആഗ്രഹത്തിലും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ട് എന്ന് വേദം വളരെ കൃത്യമായി പഠിപ്പിച്ചു. അതോവ പ്രാപ്തി സ്വർഗം ഇതോവാ ബോധത്തെ മഹീം. ഒരിക്കലും അർജുന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇവിടെയല്ല, സ്വർഗരാജ്യത്തിലാണ് പോവുക എന്ന് വേദം കൃത്യമായി പഠിപ്പിക്കുന്നത് കൊണ്ട്, ഖുർആനിലെ 2000 വചനങ്ങളിലൂടെ സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട്, പുകവലിക്കാത്ത, മദ്യപിക്കാത്ത, മയക്കുമരുന്നിന് അടിമപ്പെടാത്ത, ജീവിതത്തിൽ ഒരു തിന്മയും ചെയ്യാത്ത നല്ല മനുഷ്യരായി മാതാപിതാക്കൾ ആദരിക്കുന്ന
ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന, അവന്റെ വേദഗ്രന്ഥങ്ങൾ താരതമ്യം ചെയ്ത് ദൈവീക ഗ്രന്ഥം ഏതെന്ന് ഉറപ്പുവരുത്തി അത് സ്വീകരിക്കുന്ന, ലോകപ്രവാചകനെ സ്വീകരിക്കുന്ന, പ്രവാചകന്മാരുടെ പാരമ്പര്യം പഠിക്കുന്ന, ശിശീശ്വരന്മാർ പഠിപ്പിച്ച യഥാർത്ഥ വഴികൾ സ്വീകരിക്കുന്ന ഏറ്റവും നല്ല ദൈവീക മതത്തിന്റെ അനുയായികളായി ചേരണം. അതിനുവേണ്ടി പഠിക്കണം, അന്വേഷിക്കണം. അന്വേഷണം അന്വേഷിപ്പിൻ, കണ്ടെത്തും, ചോദിപ്പീൻ, നൽകപ്പെടും എന്ന് പറയുന്ന, നമ്മൾ സാധാരണയായി പറയുന്ന ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്ര, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്ര. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതാണ്. ഏറ്റവും സത്യത്തെക്കുറിച്ച് കേട്ട് ഏറ്റവും സത്യത്തെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിച്ചാൽ ദൈവത്തിൽ നിന്ന് മാർഗദർശനം ലഭിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ വാചകങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ചർച്ചയ്ക്കും പഠനത്തിനും മനനത്തിനും ഇത് വിധേയമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇന്നലകളെപ്പോലെ ഇന്ന് വൈകുന്നേരം പോലെയുള്ള ഒരു ജീവിതമല്ല ഇനി നമ്മളിൽ നിന്ന് ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കാൻ, മനസ്സിലാക്കാൻ, വിലയിരുത്താൻ, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ആവശ്യമില്ലാത്ത ചടങ്ങുകൾ ഒഴിവാക്കാൻ, മനുഷ്യർക്ക് ഉപകാരമുള്ള ചടങ്ങുകൾ ഏർപ്പെടുത്താൻ, സംഗീതം കൊണ്ട്, സിനിമ കൊണ്ട്, സീരിയൽ കൊണ്ട് ലോകത്തിന് പ്രത്യേകിച്ച് വലിയ നന്മകളൊന്നും ഉണ്ടായിട്ടില്ല. ഈ വസ്തുത മനസ്സിലാക്കി ശരിക്കും മാനവനെ നന്നാക്കാൻ, നേരത്തെ പറഞ്ഞ ഹൃദയശുദ്ധിയുള്ള നല്ലൊരു മനുഷ്യനെ, കറയില്ലാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന, അരിവുള്ള, അനുകമ്പയുള്ള, ആർദ്രതയുള്ള നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ നമ്മുടെ മതപ്രബോധനത്തിന് സാധിക്കുമാറാകട്ടെ. അത്തരം അനുകൂലമായൊരു സാഹചര്യമാണ് ഇന്ത്യയിൽ ലോകമതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനം എന്ന് വിവേകാനന്ദൻ പറഞ്ഞ ഈ മഹത്തായ ഇന്ത്യ എന്നും പ്രശംസിക്കപ്പെടേണ്ടതാണ്. ആ രാജ്യത്ത് ജനിക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലത് കേട്ട് മനസ്സിലാക്കി ജീവിക്കാൻ പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന